പിക്ക പിക്കാനോമി അഥവാ ഗ്ലിൻഡ് ഫ്രൂട്ട് വൺ പീസ് ആനിമയിലെ ഒരു ലോഗിയ ടൈപ്പ് ഡെൽ ഫ്രൂട്ട് ആണ് പിക്ക പിക്കാനോമി. ഈ ഒരു ഡെൽ ഫ്രൂട്ട് വന്നതിന്റെ യൂസറിന് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള എബിലിറ്റി ആണ് നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിനെ വന്ന് ലൈറ്റ് ഹ്യൂമൻ എന്ന് വിളിക്കാം. ആൻഡ് വൺ പീസ് ആനിമയില് ഈ ഒരു ഡെൽ ഫ്രൂട്ടിനെ വന്ന് കൺസ്യൂം ചെയ്തിട്ടുള്ളത് മറൈൻസിന്റെ കറണ്ട് അഡ്മിറൽ ആയിട്ടുള്ള കിസാരു ആണ്. ഓക്കെ, ഇനി വന്ന് ഈ ഒരു ഡെൽ ഫ്രൂട്ടിന്റെ കീ എബിലിറ്റീസിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രൈമറി എബിലിറ്റി എന്നത് വന്ന് ലൈറ്റ് ക്രിയേഷൻ, കൺട്രോൾ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്നാൽ ഇതുകൂടാതെ ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിന് വന്ന് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുകയും ലൈറ്റിന്റെ സ്പീഡിലുള്ള ടെലിപ്പോർട്ടേഷനും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിന് വന്ന് ലൈറ്റിന്റെ സഹായത്തോടെ പവർഫുൾ ആയിട്ടുള്ള ബീംസ്, ലേസേഴ്സ് ആൻഡ് സോളിഡ് ഫോമിലുള്ള വെപ്പൺസിനെയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിനും മറ്റുള്ള ലോഗിയ ടൈപ്പ് യൂസേഴ്സിനെ പോലെ തന്റെ മേലേക്ക് വരുന്ന ഒബ്ജക്ട്സ് ആൻഡ് അറ്റാക്സിനെ പാസ് ത്രൂ ചെയ്ത് പോയിപ്പിക്കാൻ സാധിക്കും. സോ ഇനി വന്ന് ഈ ഒരു ഡെൽ ഫ്രൂട്ട് യൂസറിന്റെ ലിമിറ്റേഷൻസിനെ പറ്റി നോക്കുവാണെങ്കിൽ കിസാരുവിന് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുമെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിക്കുന്നവർക്ക് വന്ന് കിസാരുവിന്റെ മൂവ്മെന്റ്സിനെ ഈസി ആയിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കിസാരുവിന് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതിന് മുൻപ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ടൈമിൽ വന്ന് ഒപ്പോണൻസിന് കിസാരുവിനെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും.